ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനൊരു ഫിഷിൻ്റെ കറി വെക്കുക എങ്ങനെയാണെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നത്. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പം നമുക്കിത് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യമായിട്ട് ഫിഷാണ് വേണ്ടത്. അപ്പം ഞാൻ ഫിഷൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാം. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പൊടികളൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ഈ കുറച്ചും കൂടി എണ്ണ ഇതിലേക്ക് ആവശ്യമുണ്ട്. ഒന്നും കൂടി കുറച്ചും കൂടി 1 സ്പൂണും വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളെല്ലാം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഫിഷിൻ്റെ കഷ്ണത്തിലേക്ക്, ഓരോ മീനിൻ്റെ കഷ്ണത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. അങ്ങനെ നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ എരിവ് കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ മീൻ 2 ഭാഗത്തും ഇതുപോലെ കണ്ട ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും എത്തത്തക്ക വിധത്തിൽ നമ്മൾ കൈ വെച്ചിട്ടേ പറ്റുള്ളൂ. സ്പൂൺ വെച്ചിട്ട് നമുക്കങ്ങനെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഫിഷിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ നമ്മളോടൊന്ന് മുളകൊക്കെ തേച്ച് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നിങ്ങൾ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. ഒരു അരമണിക്കൂറൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് മീൻ. അപ്പോൾ ഫിഷ് നല്ലോണം മുളകും മഞ്ഞപ്പൊടിയൊക്കെ പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതെല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണേ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ കഷ്ണങ്ങളും നോക്കിയിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ ഫിഷ് കറീൻ്റെ പ്രത്യേകത തന്നെയാണ്, വറുത്തിട്ടാണ് നമ്മൾ ഫിഷ് മീൻ കറിയിലേക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫിഷ് മോളയാണ് വെക്കുന്നത്, അതൊന്നല്ല കേട്ടോ. ഏകദേശം അതുപോലെ അതിൻ്റെ തീരെ വ്യത്യസ്ത ഒരു കറിയാണ് തന്നെ വെക്കുന്നത്. പക്ഷേ ഇതിൽ ഫിഷ് ഒന്ന് വറക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വറക്കണം എന്നില്ല, നമ്മൾ 2 സൈഡും ഒന്ന് നന്നായിട്ട് ഇതുപോലെ ആവുന്ന രീതിയിലൊന്ന് മറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഫിഷ് കറി വയ്ക്കുമ്പം തീരെ പൊട്ടിപ്പോവില്ല. കാരണം ഇങ്ങനത്തെ വലിയ വലിയ ഫിഷൊക്കെ നമ്മൾ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുറച്ച് നേരം വേവിച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് പൊട്ടി പോകാൻ കാരണം അങ്ങനെ പെട്ടെന്ന് പറ്റും. അപ്പോൾ അത് ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് ഫിഷ് ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് കറി വയ്ക്കാം. കറിയിലേക്ക് ആവശ്യത്തിന് നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് മുളക്. ഞാൻ 2 മുളക് ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു 4-5 മുളക് വേണമെങ്കിൽ ഇടാം, എരിവിനനുസരിച്ച്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 1.25 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു 2 സ്പൂണ് 3 സ്പൂണോളം മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണേ. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടിൽ നന്നായിട്ടൊന്ന് തള വരണം കേട്ടോ. ഇതുപോലെ നല്ല ചൂട് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ മാത്രം, ആ പുളി പിഴിഞ്ഞ വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചട്ടിയിൽ വെച്ച് ഇതുപോലെ ആ പുളിയും ആ മുളകും മഞ്ഞൾപ്പൊടീൻ്റെ ഒക്കെ ആ പച്ച സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ തക്കാളിയൊക്കെ വഴറ്റി കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരപ്പാലാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. 2-ാം പാലാണ്. 1 ഗ്ലാസ് നാളികേരപ്പാൽ, അതായത് നമ്മൾ സാധാരണ ചെറിയ കപ്പൊക്കെ 2 കപ്പോളം നാളികേരപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് ഈ നാളികേരപ്പത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടുക, വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തള വരണം. അപ്പോൾ നല്ല നാളികേരപ്പാൽ ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ വറുത്ത ഫിഷ് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. വറുത്ത ഫിഷ് മെല്ലെ ഓരോ കഷ്ണങ്ങളായിട്ട് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
കണ്ടോ ഇതുപോലെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്, കാരണം നാളികേരപ്പാലാണല്ലോ, അതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഫിഷെല്ലാം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. കഴിയുന്നതും സ്പൂണൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അത് കഴിയുന്നതും സ്പൂണൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കൈ തന്നെ വെച്ചിട്ട് ഓരോന്നോരോന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി അതിലുള്ള ആ വെളുത്തുള്ളീൻ്റെയും ആ എണ്ണയൊക്കെ ഇതിലേക്ക് മെല്ലെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഫിഷിനധികം വേവൊന്നുമില്ല, കാരണം നമ്മൾ ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് ഫിഷിന് അത്ര വേവൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഇതിൽ കിടന്നിട്ടൊന്ന് വേവിച്ചാൽ മതി. കാരണം ഇതിൻ്റെ ഈ ഫിഷിൽ ഈ നാളികേരത്തിൻ്റെ ഈ പാലിൻ്റെ ആ വെള്ളവും ആ ടേസ്റ്റൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് വരുന്നത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. 10 മിനിറ്റ്, പക്ഷേ ഒരുപാട് നേരമൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. മീൻ പൊട്ടിപ്പോകുന്നു വേണ്ട, കാരണം നമുക്ക് നന്നായി വെന്ത് കാരണം അത്ര മതി. അപ്പോൾ നമ്മൾ ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം തള വരുന്നുണ്ടോ, നല്ല തള വന്നിട്ടുണ്ട്. എന്നാൽ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷിലേക്ക് ലേശം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, നല്ല ടേസ്റ്റാണ്. നാളികേരം അരച്ച കറീനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴാണ്. അതുപോലെ മല്ലി അരച്ച കറി, അതൊക്കെ അതിലും ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ കറി തന്നെയാണ്. അപ്പോൾ നന്നായി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ അത് എടുത്ത് വെക്കുക. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചട്ടി ഒന്ന് ചുഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണ്ട, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഈ ചട്ടി ഒന്ന് 2 സൈഡും പിടിച്ചിട്ട്, നല്ല ചൂടുണ്ട്, ചട്ടി ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുഴറ്റി കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മീനൊന്ന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിള വരുന്നത്. അപ്പോൾ നമ്മൾ ഈ നാളികേരപ്പാലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് 1 പാലാണ്, 1 കപ്പ് 1 പാലാണ് എടുത്തിട്ട് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള 1 പാൽ തന്നെ നമുക്ക് എടുക്കാം. അതിന് മുകളിലൂടെ ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മീനൊക്കെ ഇനി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട, ഇത് ജസ്റ്റ് 1 പാൽ ഒഴിക്കുക. ചട്ടി ആയത് കാരണം നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇനി ആ ചട്ടിയിൽ കിടന്ന ആ ചൂടോട് കൂടിയിട്ട് ഈ 1 പാൽ ഒന്ന് തള വരും. മറ്റ് 1 പാൽ തിളച്ച് ഒരുപാട് തള വന്നു കഴിഞ്ഞാൽ 1 പാൽ ഒഴിച്ച ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നല്ലോണം ഈ എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തക്കാളി ഒന്ന് കട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, കഷ്ണമൊന്നും ഉടഞ്ഞിട്ടേ ഇല്ല, കറക്റ്റായിട്ട് കഷ്ണം ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ കറി. ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഫിഷ് മോളി പോലെയൊന്നുമല്ല ഞാൻ വെച്ചത്. നമ്മൾ ഫിഷ് വറുത്തു എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും നല്ല വ്യത്യാസമുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു അടിപൊളി കറി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കണ്ടോ, കറി നല്ല ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഒന്ന് എണ്ണയിൽ വറുത്തിട്ട്, വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ആ വറവും കൂടി ഇതിലേക്ക് ഇട്ടാൽ അടിപൊളിയായിരിക്കും. നമുക്കിത് രാവിലെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. കൂടാതെ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ കറിയും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തണം കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നേക്ക് വരയ്ക്കും. ബൈ.